അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വൽആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അമ്മാ ബഅദ്. എന്താ വിദ്യാർത്ഥികളെ, സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് മൗലാന ആസാദിൻ്റെ വാദത്തെക്കുറിച്ചായിരുന്നു. അദ്ദേഹം തൻ്റെ കോടതിയിൽ തനിക്ക് വിശ്വാസമില്ല, ഈ നാടിന് അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി മജിസ്ട്രേറ്റ് പറയുകയാണ്, സ്റ്റോക്കർ മേശയിൽ ഇങ്ങനെ അവരുടെ മുട്ടുണ്ടല്ലോ, ഒരു മേടാമുട്ടി ചുറ്റി, അതുകൊണ്ട് മുട്ടിയതിന് ശേഷം മജിസ്ട്രേറ്റ് എന്താ പറഞ്ഞത്? അപ്പനെ ജുറും ക ഇക്രാർ കർ രഹേ, നിങ്ങളുടെ ഈ കുറ്റത്തെ വീണ്ടും വീണ്ടും സമ്മതിക്കുകയാണല്ലോ. മൗലാന ആസാദ് അപ്പോൾ മറുപടി നൽകുകയാണ്, മേ ഇക്രാർ കർത്താഹും, ഞാൻ സമ്മതിക്കുന്നു. മേനെ ഹുക്കൂമത്തെ വക്ത് കെ, ഇപ്പോഴത്തെ ഹുക്കൂമത്തിൻ്റെ ഖിലാഫ് ऐलान जंग किया है, ഞാൻ യുദ്ധത്തിന് ഇപ്പോഴത്തെ ഹുക്കുമത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഞാൻ പ്രഖ്യാപിച്ചെന്ന് ഞാൻ സമ്മതിക്കുന്നു. മേ മുസൽമാനെ ഹിന്ദ് മേ പഹ്ലാ ശഖ്സ് ഹൂം, ഞാൻ ഇന്ത്യൻ മുസ്ലിങ്ങളിൽ ആദ്യത്തെ വ്യക്തിയാണ്. ജിസ്നെ, എങ്ങനത്തെ വ്യക്തി? 1917 में अपनी कौम की इस जुर्म की दावत दी. ഈ 1917 തൻ്റെ സമുദായത്തെ ഇത്തരത്തിലുള്ള ഒരു കൃത്യത്തിന് വേണ്ടി ക്ഷണിച്ചിരിക്കുന്നു. ആ കുറ്റകൃത്യം തന്നെ ऐलान जंग, യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ഷണിച്ചത് കേട്ടോ, അതാണ് കുറ്റകൃത്യം. അവർ 3 साल के अंदर, 3 വർഷത്തിൻ്റെ അതിനുശേഷം 3 വർഷത്തിൻ്റെ ഉള്ളിൽ ഇസ് ഗിൽമാനെ റവിഷ്, ഈ അടിമത്തത്തിൻ്റെ മാർഗത്തെ, ഗിൽമാന എന്ന് പറഞ്ഞത് അടിമ, റവിഷ് എന്ന് പറഞ്ഞ മാർഗത്തെ, റവിഷ് ഉൻകാ റുഖ് പേർ ദിയാ. 3 വർഷത്തിന് ഉസ്ക റുഖ് എന്ന് പറഞ്ഞത് വഴി, അതിൻ്റെ വഴിയെ ഞാൻ മാറ്റിമറിക്കും. പേർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്നൊക്കെ കേട്ട അർത്ഥം, മാറ്റിമറിക്കും എന്ന് പറഞ്ഞിട്ടു. അഥവാ അപ്പം അദ്ദേഹം മറുപടി നൽകുകയാണ്, ഈ ഹുക്കുമത്തിനെതിരെ ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അങ്ങനത്തെ അത്തരത്തിലുള്ളൊരു കുറ്റം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ മുസ്ലിങ്ങളിൽ ആദ്യത്തെ വ്യക്തി ഞാനാണ്. എങ്ങനത്തെ വ്യക്തി? ഈ 1917 തൻ്റെ സമുദായത്തെ ഈ ഒരു ഗവൺമെൻറ്റിനെതിരെ യുദ്ധത്തിന് ക്ഷണിക്കുക ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത 3 വർഷത്തിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലൊരു അടിമത്ത സമ്പ്രദായത്തിൻ്റെ മാർഗത്തെ തന്നെ ഞങ്ങൾ വഴിതിരിച്ചു വിടുന്നൊക്കെ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ സർക്കാരിൻ്റെ വക്കീൽ അദ്ദേഹം ചോദിക്കുകയാണ്, മജിസ്ട്രേറ്റ് മുൽജിം അപ്പിനെ जिन कारनामों का जिक्र लिया वो कानून की नज़र में जराइम है. അപ്പോൾ ഈ ഓപ്പോസിഷൻ വക്കീൽ പറയാണ്, ഈ മുൽജിം, ഇപ്പോൾ ഇവിടെ ഈ ഹാജരാക്കപ്പെട്ട ഈ കുറ്റവാളി എന്താണ്, തൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ വെച്ചിങ്ങാണ്ട് വീണ്ടും ഇതൊക്കെ എന്താണ്, ഈ നമ്മുടെ നിയമത്തിൻ്റെ മുന്നിൽ വലിയൊരു തെറ്റ് തന്നെയാണെന്ന് പറയാം കേട്ടോ. മൗലാന ആസാദ് പറയാണ്, ഏതു അപ്പിനി നസർ കി ബാത്ത്, ഇത് എൻ്റെ കാഴ്ചപ്പാടാണ്, ഇത് എൻ്റെ കാഴ്ചയല്ല, നിങ്ങളുടെ കാഴ്ചപ്പാടല്ല പറയാണ്. ലേക്കിൻ ഇസ്തിഗാസാനെ മേരി തക്രീർ की जो नकल पेश की वो निहायत नाक़िस और गलती और बाज़ मकामात पर बेमायना जुमले का मजमुआ है. എന്നിട്ട് അദ്ദേഹം പറയാം, ഇതൊക്കെ നമ്മളുടെ അതൊക്കെ ഞാൻ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. ലേക്കിൻ ഇസ്തിഗാസ എന്ന് പറയുന്നത് ഓപ്പോസിഷൻ വക്കീലിൻ്റെ വാദത്തെ എന്ന് പറയട്ടോ, ഓപ്പോസിഷൻ വക്കീലിൻ്റെ വാദത്തിന് ഇസ്തിഗാസാനെ മേരി തക്കീറാക്കി ജോ നക്ക്, എൻ്റെ തക്രീർ, എൻ്റെ പ്രസംഗത്തിന് അവർ നക്കൽ ചെയ്തിട്ടുള്ള ഓരോ വാക്കുകളും നിഹായത്ത് നാഖിസ്, തികച്ചും അപൂർണമാണ്. ഗലത്ത്, അത് തെറ്റുമാണ്. എന്താ ബാദ് മക്കാമാത്ത് പർ ബേമാന ജുംലൊക്കെ മജ്മുഅ ബിഹി, ചില സ്ഥലങ്ങളിൽ എന്താണ് അതിൻ്റെ സ്വന്തം അർത്ഥമല്ലാത്ത മറ്റു അർത്ഥങ്ങളാണ് അവരതിന് നൽകിയിട്ടുള്ളത്. മുझे मालूम नहीं, എനിക്കറിയില്ല. कि मेरी तकरीर को कौन से जुमले काबिल इतराज़ है, എൻ്റെ വാദത്തിൽ, എൻ്റെ പ്രസംഗത്തിൽ എന്താണ് അസ്വീകാര്യത ഉള്ളതായിട്ട് എന്താണെന്ന് എനിക്കറിയില്ല, സ്വീകരിക്കാൻ പറ്റാത്ത എന്താണ് ഉള്ളത് എന്ന് എനിക്കറിയില്ല. അപ്പോൾ സർക്കാർ വക്കീൽ പറയുന്നു, കോൺസെ ജുംലെ കാബില എത്തിറാസ് നെഹി ഹൈ, നിങ്ങളുടെ പ്രസംഗത്തിൽ എന്തൊന്നാണ് സ്വീകരിക്കാൻ പറ്റിയത് എന്ന് ചോദിക്കണം. കാബില എത്തിറാസ് നെഹി ഹൈ എന്ന് വെച്ചാൽ എതിർക്കപ്പെടാനില്ലാത്ത ഏതൊരു ജുംലയാണ് നിങ്ങളുടെ പ്രസംഗത്തിൽ ഇല്ലാത്തത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് കേട്ടോ. അഗർ ആപ്പിനെ യെ പൂച്ചാ ഹോത്താ തോ യെ ജവാബ് ആസാൻ ഹോ ജാത്ത, നിങ്ങൾ ഈ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഉത്തരം വളരെ സുഖകരമായിരുന്നു. അവർ
തുമ്മേസെ ഹർ ഷഖ്സ് കാ ഫറസ് ഹെ, നിങ്ങളിൽ ഓരോരുത്തരുടെയും പേരിലെ നിർബന്ധമാണ്. വോ ആജ് സോച്ച് ലേ क्या वो उस बात के राज़ी है जिसके जाबिराना क़ुव्वत ने उन्होंने गिरफ़्तार किया है. वो इस बर्रे आज़म में इसी तरह कायम रहे हैं जिस तरह उनकी गिरफ़्तारी के वक्त थी. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, അദ്ദേഹം ഇപ്പോൾ വാദം പറഞ്ഞില്ല, അതിന് ശേഷം അദ്ദേഹം പറയാണ്, നിങ്ങൾ എന്തൊന്നിനു വേണ്ടിയാണ് നിങ്ങളവിടെ തെക്രീർ നടത്തിയത്? അവിടെ ഞാൻ പറഞ്ഞിട്ട് മൂന്ന് ഖിലാഫത്ത് മൂവ്മെൻറ്റിൽ 3 നേതാക്കന്മാരെ അവർ പിടിച്ചു വെച്ചു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ തെക്രീർ നടത്തുന്നത്. അപ്പോൾ ഇയാൾ പറയണേ, നിങ്ങൾ ഏതൊരു അറസ്റ്റിൻ്റെ പേരിലാണ് നിങ്ങൾ അവിടെ ഒരുമിച്ച് കൂടിയത്? അന്ന് ഏതൊരു ഹുക്കൂമത്താണ് ഇവിടെ ജാബിറാന ഖുവ്വത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ അടക്കി ഭരിച്ചിരുന്ന ഏതൊരു ഗവൺമെൻറ്റാണോ ഉണ്ടായിരുന്നത്, അതേ ഗവൺമെൻറ് ഇപ്പോഴും ഇവിടെ തന്നെ അതേ രൂപത്തിലുണ്ടെന്ന് അദ്ദേഹം പറയുകയാണ് കേട്ടോ. മൗലാന ആസാദ് ഖഫാ ഹോക്കർ മെല്ലെ പറഞ്ഞു, എന്ത് മേ ഇസ് ഗവൺമെൻറ് കി ബുറായിയോം പർ യഖീൻ രഖ്താ ഹും, ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ ബുറായിയോം പർ എന്ന് പറഞ്ഞാൽ തെറ്റിൻ്റെ മേലിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. രഖ്താ ഹും തോ യഖീനൻ യേ दुआ नहीं मांग सकता कि गवर्नमेंट दरस्त भी न हो और इसका उम्र भी दराज हो. അപ്പോൾ അദ്ദേഹം പറയണം, അപ്പോൾ എന്താ ഈ മൗലാന ആസാദ് എന്താണ് മെല്ലെ പറഞ്ഞു, എന്താണ് മെല്ലെ ഖഫാക്കർ എന്നത് മെല്ലെ പറഞ്ഞു, എന്താണ് മേ ഇസ് ഗവൺമെൻറ് കി ബുറായിയോ പറ, എനിക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ തിന്മയുടെ മേൽ ബുറ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഇപ്പോൾ യഖീൻ രക്താവും, ഞാൻ പൂർണ്ണമായി എനിക്ക് ഉറപ്പാണ്. യഖീൻ ദുആ നഹീ മാംഗ് സക്താ, അങ്ങനെയൊന്നും എനിക്ക് പിന്നെ അങ്ങനെ ചോദിക്കാനൊന്നും പറ്റില്ല. അദ്ദേഹം പറയാണ്, ഈ ഗവൺമെൻറ് ദറസ്ത് ബി നെ, ഇതൊരിക്കലും സത്യമാണ്, ട്രൂത്ത് അല്ലാത്തൊരു ഗവൺമെൻറ്റാണ്. അവർ ഇസ്കിയ ഉമർ ബി ദറാസാ ഹുവാ ഹെ, എന്താണ് ഇതിൻ്റെ ഉമറും ഇതിൻ്റെ കാലഘട്ടം എന്താണ് ഫുള്ള് ദുൽമാണ്. ദറാസ് എന്ന് പറഞ്ഞാൽ ദുൽമാണ്. അപ്പോൾ ഇതിൻ്റെ കാലഘട്ടം, ഈ ഹുക്കൂമത്തിൻ്റെ കാലഘട്ടം ഫുള്ള് ദുൽമാണ് എന്നും അതിൻ്റെ കൂടെ എന്താണ് ഇതൊരിക്കലും സത്യമല്ലാത്ത ഒരു ഗവൺമെൻറ്റാണെന്ന് അദ്ദേഹം ഇങ്ങനെ ആത്മകഥം ചെയ്തു. സർക്കാരി വക്കീൽ, അപ്പോൾ സർക്കാർ വക്കീൽ പറയണേ, ക്യാ യേ സച്ച് നഹീ ഹേ, ഇത് സത്യമല്ലേ, കെ സിയാസി മഖാസിദ് ഹാസിൽ കർനെ കെ ലിയെ ആപ് ഇസ്ലാമി ശരീഅത്ത് കാ നാജായിസ ഇസ്തീമാൽ കർ രഹേ ഹേ. അദ്ദേഹം ചോദിക്കുകയാണ്, സർക്കാർ വക്കീൽ ചോദിക്കുകയാണ്, ഇത് സത്യം എന്തെന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ ശരീഅത്തിനെ നിങ്ങൾ നാജായിസ ഇസ്തീമാൽ, ജായിസ് അല്ലാത്ത രീതിയിൽ നിങ്ങൾ എന്താണ് അനാവശ്യമായിട്ട് നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളത് സത്യമല്ലേ എന്ന് ചോദിക്കുകയാണ് മൗലാന ആസാദ്. അപ്പോൾ ആസാദ് ഉത്തരം കൊടുക്കുകയാണ്, തും മുജെ ഇസ്ലാമി ശരീഅത്ത് താലീം ദേനെ ആയേ ഹോ, നിങ്ങൾ ഇവിടെ എനിക്ക് ഇസ്ലാമിൻ്റെ ശരീഅത്ത് പഠിപ്പിക്കാനാണോ വന്നത്? മേ മുസൽമാൻ ഹും, ഞാനൊരു മുസ്ലിമാണ്. അവർ മുസൽമാൻ ഐസെ ഇഖ്തിദാർ കോ ജായിസെ തസ്ലീം നഹീ करता एक सच्चा मुसलमान अंग्रेज़ी राज को कैसे बर्दाश्त कर सकता है. എന്നിട്ട് അദ്ദേഹം പറയാണ്, അവർ മുസൽമാൻ ഐസ ഇഖ്തിദാർക്കോ ജായിസ് തസ്ലീം നഹീ കർത്ത, അങ്ങനത്തെ അതിനൊന്നും സ്വീകരിക്കുകയില്ല. ഏക്ക് സച്ച മുസൽമാൻ അംഗ്രേസി രാജ്കോ കൈസ ബർദാഷ് കർ സക്തേ. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാലോ, ഒരു മുസ്ലിമായ ഒരു വ്യക്തി എങ്ങനെയാണ് അംഗ്രേസി രാജ് എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തെ എങ്ങനെയാണ് അംഗീകരിക്കുക? സർക്കാർ വക്കീൽ പറയാണ്, മേ സമജ്താ ഹൂം കി ദുനിയാ കാ കോയി മദ്ഹബ് റവായിജിൽ വഖ്ത് ഖവാനീൻ കോ തോഡ്നെ കാ മഷ്വറ നഹീ ദേത്താ. അദ്ദേഹം പറയണേ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഭൂമിയിലെ ഒരു മതവും അപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ എതിർക്കാൻ വേണ്ടി മഷ്വറ ആലോചന നടത്തുന്നതായിട്ട് ഉള്ള ഒരു മതത്തെയും എനിക്കറിയില്ല. അഥവാ അപ്പോൾ ഏത് രാജ്യമാണോ നടക്കുന്നത് അവരെ അംഗീകരിക്കാനാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. അപ്പം മൗലാന ആസാദ് എന്ത് പറഞ്ഞു? മേരെ ഭായ്, എൻ്റെ സഹോദര, കാനൂൻ ക്യാ ചീസ്, നിയമം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലെന്ന് ചോദിക്കുകയാണ്. തും സമജ്തേ ബി ഹോ, നിനക്കത് അറിയാമെന്നും എനിക്കറിയാം. തുമാരെ മർജിക്ക നാം കാനൂൻ നഹീ, നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ അതിന് നിയമം എന്നൊന്നും പറയാൻ പറ്റില്ല. ആസാദി കി റാഹ് മേ ഖുർബാനി വ ജാൻ ഫറോഷി മുസൽമാനോ ക ഖദീം വരിത ഹെ. ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അത് ആസായി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, അത് ആസാദി എന്ന് വായിക്കണം. ആസാദി ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മാർഗത്തിൽ മുസൽമാൻ എന്താണ് ജീവൻ പണയം വെച്ചുകൊണ്ട്, ഖുർബാനി പറഞ്ഞാൽ
ബലിയർപ്പിക്കുക, സ്വന്തം ജീവനെ ബലിയർപ്പിക്കുക എന്നുള്ളത് മുസൽമാൻ്റെ ആദ്യ കാലത്തുള്ള ഒരു പുരാതനമായിട്ടുള്ള ഒരു വരിഷ്ഠ പറഞ്ഞാൽ ഹെറിറ്റേജ് എന്താ നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മളൊരു വരിഷ്ഠത്ത് എടുക്കാറില്ലേ, വറാസത്ത്, അതന്നെ കേട്ടോ. മുസൽമാനോനെ അബ് ആഖിരി ഫൈസല കർ ലിയാ ഹെ. എന്നിട്ട് മുപ്പത് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ മുസ്ലിംസ് ഇപ്പോൾ അവരുടെ ഇത് പറയണേ, ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്താണ് അവരുടെ അവസാനത്തെ തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താണ് കെ അപ്പിനെ ഹിന്ദു സിഖ് ഇസായി और फारसी भाइयों के साथ मिलकर अपने मुल्क को गुलामी से नजात दिलाएंगे. മുസൽമാൻ എന്താണ് ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ട്, എന്താണ് തൻ്റെ സഹസഹോദരങ്ങളായ ഹിന്ദു, സിഖ്, ഇസായി പറഞ്ഞാൽ ക്രിസ്ത്യൻസ്, പാർസി എന്ന പാർസികൾ, ഭായിയൊക്കെ സാത്ത് മിൽക്കർ തങ്ങളുടെ രാജ്യത്തെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യൻ മുസ്ലിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. ഉൻ തഖരീറോൻ സെ ഇക്രാർ കെ ബാദ് മേ CIT के റിപ്പോർട്ടർ അബുലൈസിൽ സെ കുച്ച് പൂച്ഛനാ ചാഹ്താ ഹൂം. ഇനിയുണ്ടോ, ഇനി മുപ്പത് വിഷയത്തിൽ വരാൻ. ഉൻ തെക്കിരി റോംസെ ഇക്രാർ കെ ബാദ്, ഇനിയിപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള ആ പ്രസംഗങ്ങളിൽ നിന്ന് ഈ ഇക്രാർ കാരണം എന്താ, ഉറപ്പിച്ചതിന് അതിലുള്ള ചില വാക്കുകൾ ഉറപ്പിച്ചതിന് ശേഷം എനിക്ക് CITൻ്റെ റിപ്പോർട്ടറായിട്ടുള്ള അബുലൈസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ അയാളോട് എനിക്ക് കുറച്ച് ചോദിക്കാനുണ്ട്. അപ്പോൾ അബുലൈസ് കടാ ഹോ ജാത്തെ, അബുലൈസ് എന്താണ് എണീറ്റ് നിൽക്കുന്നു. മൗലാന ആസാദിനോട് ചോദിക്കാൻ, ക്യാ തുമ്നെ മഷഹൂർ ഫറാൻസി അദീബ് വിക്ടർ ഹ്യൂഗോ ക നാം ബി സുനാ ഹെ. ഇവർ ചോദിക്കുകയാണ്, നിങ്ങൾ ഫ്രഞ്ച് അദീബ് പറഞ്ഞാൽ സാഹിത്യകാരനായിട്ടുള്ള വിക്ടർ ഹ്യൂഗോൻ്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് ചോദിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ അബുല്ലൈസ് ജി നഹി, ഞാൻ കേട്ടിട്ടില്ല പറഞ്ഞു. മൗലാന ആസാദ് പറയണത്, കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വിക്ടർ ഹ്യൂഗോനെ ചില വാക്കുകൾ എന്താക്കിയിട്ട് ഒരു കോട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോടാണ് മുമ്പ് ചോദിക്കുക, നിങ്ങൾ വിക്ടർ ഹ്യൂഗോ എന്ന ആളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം കേട്ടിട്ടേ ഇല്ല, ജീവിതത്തിലേക്ക് കേട്ടിട്ടില്ല. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് ആ മൗലാന ആസാദ് അദ്ദേഹത്തെ കൗണ്ടർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇയാൾ ചോദിക്കുമ്പോൾ ഇയാൾ കേട്ടിട്ടില്ല എന്ന് പറയും. തുമ്നെ ഇസ് ഏക് ബാർ ഫിർ ഖത്ൽ കർ ദിയ, തുമ്നെ ഇസ്സെ ഏക് ബാർ ഫിർ ഖത്ൽ കർ ദിയ, നിങ്ങൾ എന്താണ് ഇപ്പോൾ ഒരു വട്ടം കൂടിയും കൊല ചെയ്യപ്പെട്ടു. കൊല ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നുണയാണ് പറഞ്ഞത്. കാരണം എൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്തായാലും അയാളെ കേട്ടിട്ടുണ്ടാണ്. അപ്പോൾ മുപ്പര് അതിനൊരു കൗണ്ടർ ചെയ്ത് കണ്ട് പറയാം, തുമ്നെ, ഇതൊരു ശൈലി കേട്ടോ, ഏക് ബാർ ഫിർ ഖത്ൽ കർ ദിയ, നിങ്ങളൊരു വട്ടം കൂടിയും കൊല ചെയ്തു. മേനെ അപ്നി തക്രീർ മേ ഇസ്കാ ഏക് കൗൽ നഖൽ കിയാ ഥാ, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു കോട്ടിങ് പറഞ്ഞിരുന്നു. തുമ്നെ ഇസ് തറ ഇസ്ലാഹ് ദീ ഹേ കെ, നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾ എന്താണ് ഇസ്ലാഹ് പറഞ്ഞാൽ ഇസ്ലാഹ് ചെയ്തിട്ടുണ്ട്. ആസാദി ക ബീജ്, ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വിത്ത്, കബി ബാറോർ, ഈ ബാറോർ എന്ന് പറഞ്ഞാൽ നെഹി ഹേ, ഈ ബാറോർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, മറ്റേ ഫ്രൂട്ട്ഫുൾ എന്നറിയാം നമ്മൾ, ഫ്രൂട്ട്ഫുൾ അതിൻ്റെ അർത്ഥം വരുന്നുണ്ട്, ആ അർത്ഥം നമ്മൾ എഴുതി തരുന്നുണ്ട്. ഫ്രൂട്ട്ഫുൾ ആവില്ല, അത് ഫലവത്താവുകയില്ല. നെയ് ഹോ സക്ത ജബ് തക്ക് കെ ധർം കെ പാനി സെ ഉസ്കി ആബിയാരി ന ഹോ. ധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ വെള്ളം കൊണ്ട് അതിനെ നമ്മൾ ജലസേചനം, ആബിയാരി പറഞ്ഞാൽ ജലസേചനം വെള്ളം നനച്ചിട്ടില്ല എങ്കിൽ ഈ ആസാദിയുടെ വിത്ത് ഒരിക്കലും ഫലഭൂഷ്ടമാവുകയില്ല. ये धर्म का पानी क्या चीज़ होती है അബുല്ലൈസെ, ഈ ധർമ്മത്തിൻ്റെ വെള്ളം എന്ന് പറഞ്ഞാൽ നിനക്കറിയുമോ? ആസാദി ക ബീജ് കബി ബാറോർ നെഹി ഹോ സക്ത ജബ് തക് ദുസുലും കെ പാനീസെ. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വെള്ളം ഒരിക്കലും ദുസുൽമിൻ്റെ അക്രമത്തിൻ്റെ വെള്ളം കൊണ്ട് ഒരിക്കലും ജലസേചനം ചെയ്യപ്പെടാൻ പാടില്ല. അത് ചെയ്തിട്ട് കാര്യത്തിനർത്ഥം സംജ അബുല്ലൈസ്, നിനക്ക് മനസ്സിലാകുന്നുണ്ട് അബുല്ലൈസെ? जुल्म के पानी से इसकी आबियारी न हो तो लोगों की बदकिस्मती है. അപ്പം എന്താണ്, ജുൽമിൻ്റെ വെള്ളം കൊണ്ട് ഇവിടെ ഇതിൻ്റെ ജലസേചനം നടക്കുന്നത് എന്താണ്, അത് ജനങ്ങളുടെ ഒരു ബദ്കിസ്മത്തി, അവരുടെ ഒരു ഭാഗ്യമില്ലായ്മയാണ്. കെ തുമ്നെ തോ ധർമ്മ സെ വാക്കിഫ് ഹോ ഔർ ന ജുലും സെ. ഇപ്പോൾ നീ എന്താണ്, ഇപ്പോൾ നീ ധർമ്മത്തിൻ്റെ ഭാഗമെന്ന് നീ നടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, അല്ലാതെ നീ ഗുൽമിൻ്റെ ഭാഗമല്ലാതെ ധർമ്മത്തിൻ്റെ ഭാഗമെന്ന് നടിച്ചിട്ട് നീ ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താണ് കേട്ടോ അബുല്ലൈസ്. അപ്പോൾ അബുല്ലൈസ് ജൽദി മേ റുഹ് ഗയാ ഹോക, ചിലപ്പോൾ ഞാൻ എന്തായിരിക്കും അബുല്ലൈസ്, അപ്പോൾ അതിനൊരു ന്യായം പറയണേ, ഞാൻ ചിലപ്പോൾ എനിക്ക് റുഹ് ഗയാ ഹോക, എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായതാവാം. മൗലാന ആസാദ്, അപ്പോൾ മൗലാന ആസാദ് വീണ്ടും പറയണേ,
ഏക് ജഗ ഔർ ബി തും ബി ജൽദി മേത്തെ, നീ മറ്റൊരു അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ പെട്ടെന്ന് ജൽദിയിലായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഇതേപോലെ മറ്റൊരു സ്ഥലത്തും എന്ത് ചെയ്തിരുന്നു, പെട്ടെന്ന് ചെയ്തിരുന്നു. ഏക് ജഗ ഔർ ബി തും ജൽദി മേത്തെ तुम लिखते हो उन्होंने जेल में जाने की मुसीबत को बर्बाद किया है. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഇപ്പോൾ 3 ആൾ അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ. അപ്പോൾ അവരുടെ റിപ്പോർട്ടും ഇയാൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് മൂപ്പർ പറഞ്ഞത്, നീ ഇതിൻ്റെ മുമ്പും ഒരുപാട് വർഷം നീ വേഗത കാട്ടിയിട്ടുണ്ട്. തും ലിഖ്തേ ഹോ ഉനോനെ ജയിൽ ജാനേക്ക് മുസീബത്ത് കോ ബർബാദ് കിയാ ഹെ, നീ എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് അവരും ജയിൽ പോയിട്ട് ആകെ ബർബാദായിപ്പോയത്. മുഹമ്മൽ ബാത്ത് ഹെ ജുംലെ ഗാലിബൻ ഇസ്തറ ഹോഗ. മുഹമ്മൽ ബാത്ത് ഇതൊക്കെ ചെറിയ സില്ലി മാറ്ററാണ്. ജുംലെ ഗാലിബൻ ഇസ്തറി ഹോഗ, ഈ എഴുതപ്പെടുന്ന ജുംലകളൊക്കെ എന്താ സാധാരണ ഇങ്ങനെ തന്നെ ഉണ്ടാവുക. ഉനോനെ ജയിൽ ഖാനേക്ക് മുസീബത്ത് കോ ബർദാഷ് കിയാ ഹെ, പക്ഷേ അവരൊക്കെ എന്താണ് ജയിലിൽ പോയിട്ടുള്ള ജയിൽ ഖാനേക്ക് മുസീബത്ത്, ജയിലിൽ പോയിട്ടുള്ള ആ മുസീബത്തൊക്കെ ബർദാഷ് കിയാ ഹെ, അവരതിനൊക്കെ സഹിച്ചു. और आप मजिस्ट्रेट साहब ज़्यादा से ज़्यादा सज़ा जो आपके इख्तियार में है बिला तअम्मुल मुझे भी दीजिए. മജിസ്ട്രേറ്റ് സാഹബ്, നിങ്ങൾക്ക് എത്ര വലിയ ശിക്ഷയാണ് എനിക്ക് തരാൻ അത് എനിക്കും തന്നോളൂ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ നിസ്സാരവൽക്കരിക്കുകയാണ് ഇദ്ദേഹം. ബിലാത്ത ഒന്നും ചിന്തിക്കുക വേണ്ട, എനിക്കും തന്നോളൂ. മുझे शिकायत या रंज का कोई एहसास न होगा. എനിക്ക് ഷിക്കായത്ത് പറഞ്ഞാൽ എനിക്ക് പരാതിയോ അല്ല എന്നുള്ള റഞ്ചറിന മുസീബത്തോ അങ്ങനത്തേതിൻ്റെ ഒരു ലാഞ്ചന പോലും എനിക്കുണ്ടാവില്ല. താരീഖ ദിൽചസ്പ് और इबरत अंगेज़ बाब है. ഇതെന്താണ് ചരിത്രത്തിലെ ദിൽചസ്പ് മനോഹരവും ഇബറത്ത് അംഗേസ് എന്ന് പറഞ്ഞാൽ ഇബറത്ത് അംഗേസ് എന്ന് പറഞ്ഞാൽ സോറി കേട്ടോ, എനിക്കൊരു കോൾ വന്നു. അപ്പം ഈ ഇബ്രത്ത് അംഗേസ് എന്ന് പറഞ്ഞാൽ പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ചരിത്രത്തിലെ ഒരു ഭാഗമായിട്ട് ഇത് മാറും. ജിസ്കി തർത്തീബ് മേ ഹം ദോനോ യക്സാൻ തോർ പർ മഷ്ഹൂൽ. ഇതിൻ്റെ ഒരു നിർമ്മിതിയിൽ നമ്മൾ രണ്ടാളും ഒരേപോലെ തന്നെ ഉണ്ടാകുന്ന പറഞ്ഞാൽ ഈ മജിസ്ട്രേറ്റിന് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് ഇതാക്കുക കേട്ടോ. ഹമാരെ ഹിസ്സേ ഏ മുജ്രിമോ കാ കട്ടഹറ ആയാ ഹെ. ഹമാരെ ഹിസ്സ എൻ്റെ ഹിസ്സാണ്, എൻ്റെ ഭാഗത്ത് ഈ മുജ്രിമോക്ക കട്ടഹറ പറഞ്ഞാൽ എന്താ അറിയോ, നമ്മൾ ഈ കോടതിയിലുണ്ടാവില്ലേ ഒരു കൂടുണ്ടാവില്ലേ, ഒരു കൂട്ടിലിരുത്തിങ്ങാണ്ടല്ലേ അവരെ വിചാരണൻ്റെ കൂടുണ്ടാവില്ലേ, അതിനാണ് കട്ടഹറ കേട്ടോ. അപ്പോൾ എൻ്റെ ഹിസ്സയിൽ എന്താണ്, എൻ്റെ ഭാഗത്ത് ഈ കുറ്റവാളികൾക്കുള്ള ഈ കട്ടഹറയിലാണ് ഈ ഒരു ഇതിലാണ് വന്നിട്ടുള്ളത്, എന്താ ഈ ഒരു മരക്കൂട്. തുമാര ഹിസ്സേമ, നിൻ്റെ ഹിസ്സയിൽ എന്താ ഉള്ളത്, മജിസ്ട്രേറ്റ് കുർസി, മജിസ്ട്രേറ്റിൻ്റെ കുർസിയാണ് വന്നിട്ടുള്ളത്. മജിസ്ട്രേറ്റ് എന്താണ് ഖഫ ഹോക്കർ ഒന്നുമല്ലേ മൗലാന എന്ന് വെച്ചാൽ അദാലത്ത് ഇസ് കുർസിക്ക് തൗഹീൻ ബർദാഷ് നെയ് കർ സക്തി. ഈ കോടതിക്ക് നിങ്ങൾ ഈ കുർസിയുടെ ഈ കസാരയുടെ നിങ്ങൾ നിന്ദിച്ചല്ലോ, ഈ നിന്ദിക്കാതെ അങ്ങനെ ചെയ്യുന്ന കേട്ടോ, നിന്ദിക്കുന്നതാണ് തോഹീൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ തോഹീൻ ബർദാഷ് നെയ് കർ സക്തി, നമ്മുടെ ഈ കോടതിക്ക് ഈ കുർസിയെ നിന്ദിക്കൽ ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതല്ല. മൗലാന मैं तस्लीम करता हूँ कि इस काम के लिए वो कुर्सी भी इतना ज़रूरी चीज़ है जिस कदर ये കട്ടഹറ. അപ്പോൾ ആസാദ് പറയണേ, മേ തസ്ലീം കർത്ത, ഞാൻ സമ്മതിക്കുന്നു. എന്ത് ഇസ് കാംകേലിയ, ഈ ഒരു വിചാരണത്തിനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ നിങ്ങളുടെ കുർസി വളരെ അത്യാവശ്യമാണ്. ഏതുപോലെ എനിക്കുള്ള ഈ കോടതിക്കൂടും ഈ കുറ്റവാളികളുടെ കൂടെ എനിക്ക് എത്രത്തോളം അത്യാവശ്യമാണ്, അതുപോലെ നിങ്ങൾക്കും ഇതും അത്യാവശ്യമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഫിർ മജിസ്ട്രേറ്റ് വോ വക്ത് ആയേഗ ജബ് ഹം ജംഗോ കാ തബാദുല കരേംഗെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പിന്നെ മജിസ്ട്രേറ്റ് വക്തായ, ഇങ്ങനെയൊരു സമയം വരും എപ്പോൾ ഈ യുദ്ധങ്ങളെല്ലാം ഇതിനൊക്കെ പകരം ചോദിക്കുന്ന ഹം ജംഗോ കാ, ഞങ്ങളുടെ യുദ്ധങ്ങളൊക്കെ ഇതിന് പകരം ചോദിക്കുന്ന ഒരു കാലം വരുമെന്ന് മൗലാന ആസാദ് അവരെ ഭീഷണിപ്പെടുത്താട്ടോ. ബേ ആവാസ് ബുലന്ദ്, തും യഹാ ഇസ് കട്ടഹറ മേ ഹോഗ ഔർ ഹം വഹാ ഉസ് കുർസി പർ. ഇത് പറയണേ, ആ യുദ്ധങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങളായിരിക്കും ആ മജിസ്ട്രേറ്റിൻ്റെ സീറ്റിലുണ്ടാവുക, പിന്നെ നിങ്ങൾ ഈ കട്ടഹറ ഈ ഒരു കോടതിക്കൂടിലായിരിക്കും നിങ്ങളുണ്ടാവുക. സർക്കാരി വക്കീൽ കി തറഫ് ഇഷാറ കർക്ക്
സർക്കാരി വക്കീലിൻ്റെ നേരെ കൈ ചൂണ്ടിയിട്ട് പറയാണ്, അവർ തുമാര ചെഹറോ പെർ തുമാര അമാലിക്ക് ബഡ്കാർ ഹോഗി. നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ മുഖത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ പ്രവൃത്തിയുടെയും എന്താവും ഉണ്ടാവുക, എൻ്റെ തിക്തഫലമായും ഉണ്ടാവുക. മൗലാന ആസാദിക്ക് ആവാസ് ജോ ഹി ഊഞ്ചി ഹോത്തി ഹെ, വളരെ ഉയരുന്നു. മജിസ്ട്രേറ്റ് ഹത്തൗഡ സെ മേസ് കോ ടോക്താ ജാത്ത ഔർ ചില്ലാത്ത ഹെ. അപ്പം എന്താണ്, അദ്ദേഹത്തിൻ്റെ ശബ്ദം ഉയരുമ്പോൾ മജിസ്ട്രേറ്റ് എന്താണ്, ഹത്തൗഡ പറഞ്ഞാൽ എന്താണ്, നമ്മളെ മേടാമുട്ടുണ്ടാവും, ചുറ്റിക ഉണ്ടാവില്ലേ, എന്നെ ഹത്തൗഡറ. അപ്പോൾ ഹത്തൗഡ എടുത്തിങ്ങാണ്ട് ആ മേസ് പറ ടേബിളിൽ അദ്ദേഹം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുട്ടും. എന്നിട്ട് അദ്ദേഹം ഒന്ന് ഷൗട്ട് ചെയ്യും. ചില്ലാന പറഞ്ഞാൽ ഷൗട്ട് കേട്ടോ. മജിസ്ട്രേറ്റ് മൗലാന ആപ് പച്തായെങ്കിൽ, നിങ്ങൾ എന്താണ് ഇതിനൊക്കെ പശ്ചാത്താപിക്കേണ്ടി വരും. അദാലത്ത് ബർഖാസ്ത് കി ജാത്തെ, എന്താണ് കോടതി ഡിസ്മിസ് ചെയ്യുന്നു എന്ന് അദ്ദേഹം അനൗൺസ് ചെയ്യും. അങ്ങനെ ഈ ഡ്രാമ അവസാനിക്കാം കേട്ടോ. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിന് ഇതിൻ്റെ ബാക്കി എക്സസൈസ് വെച്ച്